അതായത് ഇന്നിപ്പോ കേരള സ്റ്റേറ്റ് ഭാരത് സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ രാജ്യ പുരസ്കാർ അവാർഡുകൾ വിതരണ ചടങ്ങ് ഇന്ന് രാവിലെ 11 മണിക്ക് രാജ്ഭവനിൽ ക്രമീകരിച്ചിരുന്നു. ഈ കേരള സ്റ്റേറ്റ് ഭാരത് സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ് എന്ന് പറഞ്ഞാൽ സ്കൂൾ വിദ്യാർത്ഥികളാണ് അതിൽ അംഗങ്ങളായിട്ടുള്ളത്. അതിന്റെ രക്ഷാധികാരി എന്ന് പറയുന്നത് ഗവർണറും അതിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ്. അപ്പൊ ഞാനാണ് അതിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ യോഗത്തിന്റെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ എല്ലാ കാര്യവും ഞാനും കൂടെ ആലോചിച്ചുകൊണ്ട് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ഗവർണർക്ക് മാത്രം ഇഷ്ടത്തിന് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പൊ ഈ രാജ്യ പുരസ്കാർ അവാർഡ് എന്തുകൊണ്ട് നിങ്ങൾ വിതരണം ചെയ്യുന്നില്ല എന്ന് രാജഭവനിൽ നിന്ന് തന്നെ സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ സെക്രട്ടറി ആയിട്ടുള്ള പ്രഭാകരനോട് ചോദിച്ചിരുന്നു. അപ്പൊ പ്രഭാകരൻ പറഞ്ഞു, ഇത് ഞങ്ങള് പരിപാടി അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഗവർണർ ഇന്നത്തെ സമയം കൊടുത്തത്. അവരൊരു പ്രോഗ്രാം ഇറക്കിയിരുന്നു, ഡീറ്റെയിൽഡ് പ്രോഗ്രാം, സമയം വെച്ചുള്ള ഒരു പ്രോഗ്രാം നോട്ടീസ് ഇറക്കിയിരുന്നു. ഇവിടെ ആരെയോ പത്രക്കാരെടുത്തെന്ന് തോന്നുന്നത്. ആ പ്രോഗ്രാം നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത് ആ പ്രോഗ്രാം നോട്ടീസ് വിശദമായിട്ട് ഇറക്കിയിരുന്നു. പ്രോഗ്രാം നോട്ടീസ് വിശദമായിട്ട് ഇറക്കിയിരുന്നു. ആ പ്രോഗ്രാം നോട്ടീസിൽ പറയുന്നത് 11 മണിക്ക് നാഷണൽ ആന്തം, 11:01 ലൈറ്റിംഗ് ഓഫ് ലാമ്പ് ആൻഡ് സ്കൌട്ട് ഗൈഡ് പ്രയർ, 11:05 വെൽക്കം സ്പീച്ച്, 11:10 പ്രസിഡൻഷ്യൽ അഡ്രസ് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ, അതിന് മുമ്പ് 11:01 ലൈറ്റിംഗ് ഓഫ് ലാമ്പ് ആൻഡ് സ്കൌട്ട് ഗൈഡ് പ്രയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വേറെ ഒരു കാര്യം സൂചന നൽകിയിട്ടില്ല. അപ്പൊ ഞാൻ ഈ വേറൊരു പ്രോഗ്രാമിന് അധ്യക്ഷനായതുകൊണ്ട് താമസിക്കുമെന്ന് അവിടെ വിളിച്ചു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവർ നമ്മളോട് ഒരു പരിഗണന തന്നു. 20 മിനിറ്റ് അവർ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു, എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. ഞാനങ്ങനെ 11:20-25 മണിയായപ്പോൾ ചെന്നപ്പോൾ ഭാരതാംബയുടെ ഒരു ചിത്രം അവിടെ കാണുന്നുണ്ടായിരുന്നു. ആ ചിത്രത്തിന്റെ മുന്നിൽ ഒരു വിളക്കുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട ഗവർണർ വിളക്കിൽ തിരികൊളുത്തുകയും പുഷ്പാർച്ചന നടത്തി തീർക്കുകയും ചെയ്യുന്ന അവസരത്തിലാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. ഞാൻ ചെന്നപ്പോൾ അദ്ദേഹം എന്നെ സ്വീകരിച്ച് അവിടെ ഇരിക്കാനൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് സ്വാഗത പ്രാസംഗനായിരുന്നു. പ്രഭാകരൻ സ്വാഗത പ്രസംഗം നടത്തി. അതിനുശേഷം അധ്യക്ഷൻ എന്നുള്ള എന്നെ പ്രസംഗിക്കാൻ വിളിച്ചു. ഞാനവിടെ നടത്തിയ പ്രസംഗം ഇങ്ങനെയാണ്: രാജ്യ പുരസ്കാർ അവാർഡ് നേടുന്ന എല്ലാ സ്കൌട്ട് ഗൈഡ് വിദ്യാർത്ഥികളെയും ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. സംസ്ഥാന തലത്തിൽ ഒരു സ്കൌട്ടിനോ ഗൈഡിനോ ലഭിക്കുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് ഈ രാജ്യ പുരസ്കാർ അവാർഡ് എന്ന് പറയുന്നത്. അപ്പൊ എന്നിട്ട് ഞാൻ പറഞ്ഞു, ബഹുമാനപ്പെട്ട ഗവർണർ ശ്രദ്ധയിൽപ്പെടുത്താൻ എനിക്കൊരു കാര്യമുണ്ട്. ഗവർണർ വേദിയിലിരിക്കുക, രാജ്ഭവനും കേരള ഗവൺമെന്റും കൂടെ സംയുക്തമായി നടത്തുന്ന പ്രോഗ്രാമാണ്. ഇതിലൊരു രാഷ്ട്രീയ സൂചനയോ രാഷ്ട്രീയ ചിഹ്നമോ വെച്ചുകൊണ്ടുള്ള പ്രോഗ്രാം നടത്താൻ വേണ്ടി പാടില്ല. അതിന് ഞങ്ങൾക്ക് ശക്തിയായ പ്രതിഷേധമുണ്ട്. ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഈ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. എന്നിട്ടും അത് ധിക്കരിച്ചുകൊണ്ട് ഇങ്ങനൊരു പ്രോഗ്രാം നടത്തുന്നത് ഒട്ടും ശരിയല്ല. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പടമോ രാഷ്ട്രപിതാവിന്റെ മഹാത്മാഗാന്ധിയുടെ പടമോ വെച്ചിരുന്നാലും ഞങ്ങൾക്ക് വിരോധമില്ല. ഇത് ഈ വന്നിരിക്കുന്ന കുട്ടികൾക്ക് ഇത് ആരാണെന്ന് പോലും അറിഞ്ഞുകൂടാ. അപ്പൊ ഈ വന്നിരിക്കുന്ന കുട്ടികളിൽ RSSന്റെ കാര്യം കടത്തിവിടുക എന്നുള്ളതാണ് ലക്ഷ്യം. കാരണം കുട്ടികൾ ചോദിക്കണം, ഇതാരാണ്, ഈ ഭാരതാംബ ആരാണെന്നുള്ള വിവരം കുട്ടികൾ ചോദിക്കണം. കുട്ടികൾക്ക് അറിയില്ലല്ലോ ആ ഭാരതാംബ എന്ന് പറഞ്ഞിങ്ങനെ ഒരു വനിതയുടെ പടം, അതിൽ ഒരു കൊടി, RSSന്റെ സാധനം പിടിക്കാനുള്ള കൊടി, ഇതാണ് ആ ചിത്രത്തിൽ കാണുന്നത്. അപ്പൊ നമ്മുടെ സ്കൂൾ കുട്ടികൾക്ക് ഇപ്പൊ അറിയാവുന്നത് സിനിമാ താരങ്ങളുടെ പടവും അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുടെ പടമാണല്ലോ അറിയാവുന്നുള്ളത്. അപ്പൊ കുട്ടികൾക്ക് അറിയില്ലല്ലോ ഇത് അവിടെ കൊണ്ടുവച്ചിരിക്കുന്നത് ഏത് ഇനത്തിൽപ്പെട്ട പടമാണെന്നുള്ളതും കുട്ടികൾക്ക് അറിയാൻ വേണ്ടി പറ്റില്ലല്ലോ. അപ്പോൾ ആ തക്ക നോക്കി പറയാം, ഇത് ഇന്ന ആളുടെ പടം, സിനിമാ നടിയുടെ പടമല്ല
ഇത് ഇന്ന ആളുടെ പടമാണെന്ന് പിന്നെ പറയാം. ഇതാണ് ഇവരുടെ മനസ്സിൽ ഇരിക്കുന്ന കാര്യം. ഞാൻ പറയാം, അത് ഒരു കാരണവശാലും നിങ്ങൾ ചെയ്തുവിട്ട് ശരിയായില്ല എന്ന് പിന്നെ പറഞ്ഞു. പിന്നെ പറഞ്ഞ ശേഷം ഞാൻ പറഞ്ഞു, എനിക്കൊരു കാര്യം കൂടെ സൂചിപ്പിക്കാനുണ്ട്. ഇന്ത്യ എന്റെ രാജ്യമാണ്, ഭരണഘടനയാണ് രാജ്യത്തിന്റെ നട്ടെല്ലെന്ന് പറയുന്നത്. മറ്റൊരു രാഷ്ട്ര സങ്കല്പവും അതിന് മുകളിലല്ല എന്നുള്ള കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. അവാർഡിന് അർഹമായിട്ട് എല്ലാ കുട്ടികൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു, അഭിവാദ്യം ചെയ്യുന്നു. ഈ ഗവർണറുടെ ഈ തരംതാണ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞാൻ വാക്കൌട്ട് നടത്തുന്നു, ഇറങ്ങിപ്പോവുകയാണ് എന്ന് പറഞ്ഞു. ഒരു കാര്യം, എന്റെ കൂടെ തന്നെ ഈ കേരള സ്കൌട്ട്സിന്റെ സെക്രട്ടറി ആയിട്ടുള്ള പ്രഭാകരൻ ഇറങ്ങിപ്പോകുന്നു. എനിക്ക് വേണമെങ്കിൽ അവിടെ ഇരുന്ന കുട്ടികളെയും കൂടെ വിളിച്ചുകൊണ്ട് ഇറങ്ങാമായിരുന്നു. കുട്ടികളെയും കൂടെ വിളിച്ചുകൊണ്ട് വേണമെങ്കിൽ ഇറങ്ങിപ്പോകാമായിരുന്നു. എങ്കിൽ പിന്നെ അദ്ദേഹം കുറച്ചുകൂടെ പിന്നെ ക്ഷീണിക്കപ്പെടും. ആ ഒരു മര്യാദകൾ ഞാൻ കാണിച്ചില്ല. എന്തായാലും ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ബഹുമാനപ്പെട്ട ഗവർണർ പിന്തിരിയുന്നതായിരിക്കും നല്ലത് എന്നുള്ള കാര്യം സൂചിപ്പിക്കുകയാണ്. തുടരെ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഭാരതാംബ വലിയ ചർച്ചാവിഷയമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് അറിയാമായിരുന്നിട്ടും ഗവർണർ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടായിരിക്കും അത് അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കേണ്ടതാണ്. എനിക്ക് എന്ത് പറയാൻ പറ്റും അതില്? RSSന്റെ പ്രധാനപ്പെട്ട നേതാവാണ് അദ്ദേഹം. RSS നടക്കുന്ന യോഗങ്ങളിൽ വയ്ക്കുന്ന ഭാരതാംബ എന്ന് പറഞ്ഞ് വയ്ക്കുന്ന RSS വിശ്വസിക്കുന്ന ആളാണ് അത് അവർ ഈ കാര്യം നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ RSSന്റെ കാര്യാലയങ്ങളിലൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് രാജ്ഭവനിൽ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം അത് തുടരും എന്നുള്ളത് തന്നെയാണ്. സർക്കാർ ബഹിഷ്കരണത്തിലൊന്നും പോകുന്നില്ല. പിന്നെ സർക്കാർ പറയുന്നത് ഭാരതാംബയുടെ പടമൊന്നും ഔദ്യോഗിക ചടങ്ങുകളൊന്നും വയ്ക്കാൻ വേണ്ടി പറ്റിയൊന്നുമില്ല. ഭാരതാംബ പടങ്ങളില്ലാത്ത ചടങ്ങുകളിൽ പങ്കെടുത്തു. ഞാനവിടെ പിന്നെ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി ചെന്നല്ലോ. ചെന്ന ശേഷമല്ലോ ഇങ്ങനെ ഒരു ചടങ്ങ് കണ്ടത് ബഹിഷ്കരിച്ചത്. ഇത് ഒരു മണ്ടൻ ചോദ്യമല്ലേ? ഞാനിത് അതിലെ ഇത്തരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇങ്ങനെ പിന്നെ തുറന്നാൽ നമുക്ക് പങ്കെടുക്കാൻ വേണ്ടി പറ്റൂലല്ലോ. അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കേണ്ട. മാറ്റുമെങ്കിൽ അങ്ങനെ അദ്ദേഹം ഇന്നലെ മാറ്റേണ്ടതായിരുന്നു. പ്രസാദിന്റെ സംഭവം അനുശേഷം മാധ്യമങ്ങളിൽ വന്ന പ്രതിഷേധവും കേരളത്തിന്റെ ഒരു പ്രത്യേക സാഹചര്യം വെച്ചുകൊണ്ട് അദ്ദേഹം ചെയ്യേണ്ടതാണ്. തീർച്ചയായിട്ടും മനഃപൂർവ്വമായിട്ടുള്ള ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണല്ലോ. ഞാൻ പറയാം, ഇപ്പോ ഈ കുട്ടികൾ തന്നെ വന്നിരിക്കുകയാണല്ലോ. 10-40 കുട്ടികൾ ഇരിക്കുകയായിരുന്നു. കുട്ടികൾക്ക് അറിയില്ലല്ലോ ഈ പടത്തിൽ ഇരിക്കുന്ന ആരാണിത്. ഇത് ആരോ വരച്ച ഒരു പടമാണല്ലോ. എന്നിട്ട് അതിന് ഭാരതാംബ എന്നൊരു പേരും കൂടെ കൊടുത്തേക്കുണ്ട്. കുട്ടികൾക്ക് അറിയാമോ ഇത് പിന്നെ കുട്ടികളുടെ മനസ്സിലേക്ക് ചിത്രം പതിപ്പിക്കുകയാണ് ഭാരതാംബ എന്ന ചിത്രം. ദേശീയഗാനം തീരുന്നതിന് മുമ്പേ മന്ത്രി ചെയ്ത് പ്രോട്ടോകോൾ ചാനലിരുന്നല്ലോ. ആദ്യം തുടങ്ങി തീരുമ്പോഴിറങ്ങാം. താമസിച്ചാണ് വന്നത് ആദ്യ പ്രതികരണം. അതൊക്കെ പിന്നെ അയാൾക്ക് അദ്ദേഹത്തിന് പിന്നെ അതെ RSSന്റെ കേന്ദ്രമാക്കി മാറ്റാൻ ശ്രമിക്കുന്നു എന്നുള്ള സർക്കാരിന്റെ നിരന്തരമായിട്ടുള്ള മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ നിരന്തരമായിട്ടുള്ള ആരോപണം ശരിവെക്കുന്നതാണ് ഇന്നത്തെ സംഭവം. രാജ്ഭവൻ ഇങ്ങനെ ഒരു പ്രതികരണം ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്ന ഘട്ടത്തിൽ എന്താണ് പ്രോട്ടോകോളിന്റെ ലംഘനമാണെന്നാണല്ലോ പറയുന്നത്. സകല പ്രോട്ടോകോളും സാമാന്യ മര്യാദയും ഗവർണർ എന്നുള്ള നിലയിലുള്ള സ്ഥാനവും എല്ലാം ലംഘിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട കേരള ഗവർണറാണ്. മുൻ ഗവർണറിൽ നിന്ന് വ്യത്യസ്തനായി ആദ്യഘട്ടത്തിൽ സർക്കാരുമായിട്ടുള്ള ഒരു നേർക്കുനേർ പോരിലേക്കോ അല്ലെങ്കിൽ നേർക്കുനേർ ഏറ്റുമുട്ടലിലേക്കോ ഒന്നും തന്നെ ഈ ഗവർണർ വന്നിരുന്നില്ല. പക്ഷേ ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ കുറച്ച് സമയമല്ലേ ആയുള്ളൂ. നേരത്തെയുള്ള പിന്നെ ഗവർണറാണെങ്കിൽ അയാളുടെ വ്യക്തിപരമായ താല്പര്യങ്ങളും അവിടെ പിന്നെ സ്റ്റാഫിനെ വേണം, കൂടുതൽ രൂപ വേണം, അല്ലെങ്കിൽ കൂടുതൽ സൌകര്യങ്ങൾ വേണമെന്നൊക്കെ ഉള്ള കാര്യങ്ങളാണല്ലോ തർക്കത്തിൽ ഉന്നയിച്ചു വന്നത്. ഇദ്ദേഹം ആദ്യം വന്ന ഉടനെ തന്നെ RSSന്റെ പ്രചാരകനായി മാറി. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം.